നമസ്കാരം. ലൈവ് അറ്റ് 6 തുടങ്ങുന്നു. പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസം. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ച് തിരുവനന്തപുരം സെഷൻസ് കോടതി. അന്വേഷണവുമായി സഹകരിക്കണം, എല്ലാ ആഴ്ചയും ഹാജരാകണം. അപ്പീലുമായി പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിലേക്ക്. രാഹുൽ ഈശ്വർ നാളെ ഉച്ചവരെ പോലീസ് കസ്റ്റഡിയിൽ. SIR-ൽ ലോക്സഭയിൽ ചർച്ച തുടരുന്നു. അമിത്ഷായും രാഹുൽ ഗാന്ധിയും തമ്മിൽ വാക്പോര്. ജനാധിപത്യത്തെ കോൺഗ്രസ് അട്ടിമറിച്ചെന്ന അമിത്ഷാ. സോണിയാഗാന്ധിക്കെതിരായ പരാമർശത്തിൽ പ്രതിഷേധം. എന്ത് പറയണമെന്ന് താൻ തീരുമാനിക്കുമെന്ന് അമിത്ഷാ. ആരോപണങ്ങളിൽ എന്ത് ചർച്ചയുമാകാമെന്ന് രാഹുൽ ഗാന്ധി. വീർ സവർക്കർ അവാർഡ് വിവാദത്തിൽ കോൺഗ്രസിന് താൽക്കാലിക ആശ്വാസം. HRDS അവാർഡ് സ്വീകരിക്കില്ലെന്ന് തരൂർ. അവാർഡിനെ കുറിച്ച് അറിഞ്ഞത് ഇന്നലെ മാത്രമെന്ന് തരൂർ. ചോദ്യത്തോട് കൈകൂപ്പി പ്രതികരിക്കാതെ VD സതീശൻ. VC നിയമനത്തിൽ ഗവർണർ ഇടഞ്ഞു തന്നെ. സർക്കാരിന്റെ അനുനയ നീക്കം പാളി. താൻ നിശ്ചയിച്ചവർ യോഗ്യരെന്ന നിലപാടിൽ ഉറച്ച ഗവർണർ. രാജ്ഭവനിലെത്തിയത് P രാജീവും R ബിന്ദുവും. മുഖ്യമന്ത്രി എത്താത്തതിൽ ഗവർണർക്ക് അതൃപ്തി. ചർച്ച തുടരുമെന്ന് P രാജീവ്. വടക്കൻ കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം നാളെ. 604 തദ്ദേശ സ്ഥാപനങ്ങളിലെ 12,391 വാർഡുകളിൽ വിധിയെഴുത്ത്. ഒന്നാം ഘട്ടത്തിന്റെ കണക്കുകൾ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതിഷേധവുമായി തിരുവനന്തപുരത്ത് സാംസ്കാരിക കൂട്ടായ്മ. നിലപാട് മാറ്റിയെങ്കിലും അടൂർ പ്രകാശിന്റെ പരാമർശം വിടാതെ CPM. കോൺഗ്രസിന്റെ നിലപാട് തന്നെയെന്ന് ശിവൻകുട്ടിയും P രാജീവും. അടൂർ പ്രകാശിനെ പാടെ തള്ളി തടിയൂരാൻ കോൺഗ്രസ്. മലയാറ്റൂരിലെ 19-കാരിയുടെ മരണം കൊലപാതകം. ആൺ സുഹൃത്ത് അറസ്റ്റിൽ. സംശയത്തെ തുടർന്നുള്ള തർക്കത്തിൽ തലക്കടിച്ചെന്ന പ്രതിയാലൻ. കൊലപാതകം മദ്യലഹരിയിൽ. തലയിൽ കല്ലുകൊണ്ട് മർദ്ദിച്ച പാടുകൾ. വിശദമായ വാർത്തകൾ നോക്കാം. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ കർശന ഉപാധികളോടെയാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. അന്വേഷണവുമായി രാഹുൽ സഹകരിക്കുമെന്നും എല്ലാ തിങ്കളാഴ്ചയും ഹാജരാകണമെന്നുമാണ് നിർദ്ദേശം. അതേസമയം പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വറിനെ നാളെ ഉച്ചവരെ കസ്റ്റഡിയിൽ വിട്ടു. രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസം നൽകുന്നതാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ തീരുമാനം. രണ്ടാമതായി ഉയർന്ന ആരോപണ കേസിൽ മുൻകൂർ ജാമ്യം കോടതി അനുവദിച്ചിരിക്കുന്നു. കർശനമായ നിബന്ധനകളോടുകൂടിയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവണം. അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കണം. അന്വേഷണം അട്ടിമറിക്കുന്ന ഒരു നീക്കവും ഉണ്ടാവാൻ പാടില്ല. ഒപ്പം തന്നെ പെൺകുട്ടിക്കെതിരായ നീക്കങ്ങളൊന്നും ഉണ്ടാവരുത് എന്നുള്ള കർശന നിബന്ധനകൾ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട്. ഇതോടുകൂടി രാഹുൽ മാങ്കൂട്ടം ഒളിവ് ജീവിതം അവസാനിച്ച് പുറത്തേക്ക് വരുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അടുത്ത തിങ്കളാഴ്ചയാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവേണ്ടത്. പക്ഷേ അതിനു മുമ്പ് അറസ്റ്റുണ്ടാവാൻ ഒരു സാധ്യതയുമില്ല. എന്നിരുന്നാലും രാഹുൽ മാങ്കൂട്ടം പുറത്തു വരുമോ എന്ന് കണ്ടറിയണം. നാളെ രാഹുലിന് പാലക്കാട് വോട്ട് ചെയ്യാൻ എത്തുമോ എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യ കേസിനേക്കാൾ കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങളും തെളിവുകളുമുള്ള കേസായിരുന്നിട്ടുകൂടിയും ഈ കേസിൽ മുൻകൂർ ജാമ്യം സെഷൻസ് കോടതിയിൽ നിന്ന് അനുവദിക്കപ്പെട്ടത് ഈ കേസ് കോടതിയിലെത്താനുള്ള കാലതാമസം കാരണമായി എന്നതാണ് നിയമവിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്ന സൂചന. അതേസമയം ഇതിൽ അപ്പീൽ പോവാനാണ് സർക്കാരിൻ്റെ നീക്കം. ഇത് സംബന്ധിച്ച തീരുമാനം ഇന്ന് തന്നെ ഉണ്ടായേക്കും. ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി സെഷൻസ് കോടതി തീരുമാനം റദ്ദാക്കിയിട്ടുള്ള തുടർ അറസ്റ്റ് നീക്കത്തിലേക്കാണ് പ്രോസിക്യൂഷൻ്റെ നീക്കമെന്നാണ് മനസ്സിലാവുന്നത്. ഇതിനിടയിൽ രാഹുൽ ഈശ്വറിനെ കോടതി കസ്റ്റഡിയിൽ കൂട്ടിയിട്ടുണ്ട്. നാളെ രാവിലെ 11 വരെയാണ് കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പീഡന പരാതി നൽകിയ യുവതിക്കെതിരെ സൈബർ അധിക്ഷേപം നടത്തിയ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർക്കും താൽക്കാലിക ആശ്വാസം. കേസിൽ പോലീസ് റിപ്പോർട്ട് വന്നിട്ടില്ലെന്നും വരുന്നതുവരെ അറസ്റ്റ് ചെയ്യില്ലെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. സൈബർ ഇടങ്ങളിൽ പരാതിക്കാരെ അധിക്ഷേപിച്ചു എന്ന കേസിലെ പ്രതിയാണ് സന്ദീപ് വാര്യർ. സന്ദീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഈ മാസം 15-ന് വീണ്ടും പരിഗണിക്കും. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയത് പ്രോസിക്യൂഷന്റെ കഴിവുകേടെന്ന K മുരളീധരൻ.
ജാമ്യം കിട്ടുന്നതിനനുസരിച്ച് നിലപാട് മാറ്റുന്ന പാർട്ടിയല്ല കോൺഗ്രസ്. രാഹുൽ നിലപാട് മാറ്റിയാൽ മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിച്ചേക്കാമെന്നും മുരളീധരൻ പരിഹസിച്ചു. മലയാറ്റൂരിൽ കാണാതായ 19-കാരിയുടേത് കൊലപാതകമെന്ന സ്ഥിരീകരണം. ആൺ സുഹൃത്തായ അലൻ അറസ്റ്റിൽ. പ്രതി കുറ്റം സമ്മതിച്ചു. സംശയത്തെ തുടർന്നുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. 3 ദിവസം മുമ്പ് കാണാതായ മലയാറ്റൂർ സ്വദേശിനിയായ ചിത്രപ്രിയയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസമാണ് കണ്ടെത്തിയത്. ഇതിനെ തുടർന്ന് പോലീസ് ഇതൊരു കൊലപാതകമാണ് എന്നത് പോലീസ് സാഹചര്യ തെളിവുകൾ മൂലം പോലീസ് സ്ഥിരീകരിക്കുകയുണ്ടായി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ ചിത്രപ്രിയ എന്ന് പറയുന്ന 19-കാരിയുടെ ആൺസുഹൃത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അലൻ എന്ന് പറയുന്ന സുഹൃത്തിനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാൾ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഈ പെൺകുട്ടിയെ കാണാതാവുന്ന ഈ മാസം 6-ാം തീയതിയോടെയാണ് കാണാതാവുന്നത്. പെൺകുട്ടിയുടെ കുടുംബം നൽകിയ പരാതിയിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഇത് അന്ന് വൈകിട്ട് ഇവർക്ക് പുറത്തു പോയതാണ് എന്നതാണ് അപ്പോൾ പോലീസ് പറയുന്നത്. ഇതിനുശേഷം പിറ്റേന്ന് 7-ന് പുലർച്ചയോടുകൂടി മലയാറ്റൂരേക്ക് ഇരുവരും ബൈക്കിലെത്തുന്ന CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ പെൺകുട്ടിയുടെ കോൾ ലിസ്റ്റുകളടക്കം പരിശോധിച്ചിരുന്നു. ഇതിൽ നിന്നാണ് ഇയാൾ തന്നെയാണ് പെൺകുട്ടികൾക്ക് ഒപ്പം ഉണ്ടായിരുന്നതെന്ന് സ്ഥിരീകരിച്ചു. പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥിരീകരിക്കുന്നത് ഇയാൾ പെൺകുട്ടിയോട് വലിയ രീതിയിലൊരു സംശയം ഇയാൾക്ക് ഉണ്ടായിരുന്നു. ഇത് അന്ന് ചോദ്യം ചെയ്തിരുന്നു. ഇതിനുശേഷം ഈ ചോദ്യം ചെയ്തതിന് ശേഷവും അവർ തമ്മിലൊരു വാക്കുതർക്കത്തിലേക്ക് നീങ്ങുമ്പോൾ അവിടെ കല്ലുപയോഗിച്ച് പെൺകുട്ടിയുടെ തലക്കടിക്കുകയായിരുന്നു. വലിയ മാരകമായ രീതിയിൽ മുറിവേറ്റിരുന്നു. മരണപ്പെട്ടു എന്ന ഭയത്തിൽ തന്നെയാണ് ഇയാൾ അവിടെ നിന്ന് മാറിയത്. തുടർന്ന് ഇപ്പോൾ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് ചോദ്യം ചെയ്തതിനു ശേഷം കാലടി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ബംഗളൂരുവിൽ വിദ്യാർത്ഥിനിയാണ് ചിത്രപ്രിയ. നാട്ടിൽ അവധിക്ക് വേണ്ടി ഇവിടെ എത്തിയതാണ്. അലനുമായി ദീർഘകാലത്തെ ഒരു സൗഹൃദവും കാര്യങ്ങളുമെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് സംശയം ഉടലെടുക്കുന്നതും അത് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നത്. കഴിഞ്ഞ 6-ാം തീയതി കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ ഈ പെൺകുട്ടിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഉണ്ടായിരുന്നു. അതിനുശേഷം സമീപത്തെ ഒരു ഒഴിഞ്ഞ പറമ്പിലാണ് പെൺകുട്ടിയുടെ മൃതദേഹം കിടക്കുന്നതായി കാണപ്പെട്ടത്. കാലടി മലയാറ്റൂർ പോലുള്ള പ്രദേശങ്ങൾ ഒരു മലയോര പ്രദേശത്തോട് സമാനമുള്ളതുകൊണ്ട് തന്നെ ധാരാളം ഒഴിഞ്ഞ പ്രദേശങ്ങളെല്ലാം തന്നെ ഇവിടെയുള്ളപ്പോൾ ആദ്യഘട്ടത്തിൽ മറ്റ് പലയിടങ്ങളിലും തന്നെ ബന്ധുക്കളുടെ വീടും മറ്റും അന്വേഷിച്ചെങ്കിലും പിന്നീടാണ് ഈ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് സമീപ പ്രദേശങ്ങളിലേക്ക് നീങ്ങിയത്. ആ അന്വേഷണത്തിനൊടുവിലാണ് കഴിഞ്ഞ ദിവസം പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇപ്പോൾ പെൺകുട്ടിയുടെ മരണം സ്ഥിരീകരിക്കുന്നു. കൊലപാതകമാണ് സ്ഥിരീകരിക്കുന്നു. കൊല നടത്തിയത് പെൺകുട്ടിയുടെ ആൺ സുഹൃത്ത് അലനാണ്. മദ്യലഹരിയിലാണ് താൻ കൊല നടത്തിയത് എന്നതും പോലീസിനോട് ഇയാൾ പറഞ്ഞിട്ടുണ്ട്. ഇയാളുടെ സുഹൃത്തുക്കളെക്കുറിച്ചും മറ്റും പോലീസ് അന്വേഷിച്ചു വരികയാണ്. നൽകിയത്. SIR-ൽ ലോക്സഭയിൽ നടക്കുന്ന ചർച്ചയ്ക്കിടെ ഭരണ പ്രതിപക്ഷ വാക്പോര്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും തമ്മിലായിരുന്നു രൂക്ഷമായ വാക്കേറ്റം. ചർച്ചയ്ക്കിടെ അമിത്ഷായെ സഭയിൽ വെല്ലുവിളിച്ച രാഹുൽ ഗാന്ധി തന്റെ വാർത്താ സമ്മേളനത്തിന്മേൽ ചർച്ചയാകാമെന്നും ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കുന്നുവെന്നും വ്യക്തമാക്കി. स्पीकर सर, मेरा कल एक सवाल था जो हिंदुस्तान के इतिहास में पहली बार डिसीजन लिया गया कि इलेक्शन कमिश्नर्स को फुल फुल इम्यूनिटी दी जाएगी. ठीक है, ये है ना, इसका जवाब इसका पीठ में खत्म नहीं किया सर. इसके पीछे जो थिंकिंग थी वो हमें सबसे पहले बताएं. ठीक है. दूसरी बात, नहीं, हरियाणा की जहां इनने बात की, इन्होंने एक उदाहरण लिया, वहां पर अनेक उदाहरण हैं. वो भी आपने दिया था ना, 19 वो भी आपने दिया था, इसलिए दिया. वो भी 19 लाख वहां पे फेक लोग वो उदाहरण आपने दिया था, इसलिए उसका जवाब दिया. और ये भी हमें बता दीजिए, एक्चुअली लेट अस हैव अ डिबेट ऑन माय प्रेस कॉन्फ्रेंस. लेट अस गो. Let us have very good idea. Let us have a debate on my press conference. Okay. Amit Shah ji, I challenge you to have a debate on the 3 press conferences. വിധനായ അമിത്ഷാ എന്തു പറയണമെന്ന് താൻ തീരുമാനിക്കുമെന്ന് മറുപടി നൽകി. പ്രസംഗം കേൾക്കാൻ ക്ഷമ വേണമെന്നും വോട്ട് ചോരി ആദ്യം നടത്തിയത് കോൺഗ്രസ് ആണെന്നും അമിത്ഷാ ആരോപിച്ചു. अरे सुनिए ना भाई, सुनो ना. 2 बड़े बोलते हैं तब बीच में नहीं बोलते. मान्यवर, मेरा भाषण समाप्त हो जाए. प्लीज नहीं.
मान्यवर, मेरा भाषण समाप्त हो जाए बाद में इसमें जितने भी मुद्दे विपक्ष के नेता खड़े करेंगे, मैं मेरी मर्यादा में इसका जरूर जवाब दूंगा, मुझे कोई आपत्ति नहीं। मेरा विनंती है। വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നു. മനു, വലിയ വാക്പോരിലേക്കൊക്കെയാണ് കാര്യങ്ങൾ പോയത്. വെല്ലുവിളി, മറുപടി, പരിഹാസം, അങ്ങനെ പല തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ലോക്സഭയിൽ ഇപ്പോൾ നടക്കുന്നത്. SIR സംബന്ധിച്ച ചർച്ച ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ശ്രീജ, പ്രതിപക്ഷത്തിനെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് അമിത്ഷാ ആക്ഷേപിക്കുന്നത്. 3 തവണയാണ് രാജ്യത്ത് വലിയ തോതിലുള്ള വോട്ട് കൊള്ള നടന്നത് എന്ന് അമിത്ഷാ പറയുന്നു. അതിൽ ഒന്ന്, സർദാർ വല്ലഭായ് പട്ടേലിനെ പ്രധാനമന്ത്രിയാക്കാനുള്ള ഭൂരിപക്ഷമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെ അതിജീവിച്ചുകൊണ്ട് നെഹ്റു പ്രധാനമന്ത്രിയായത് ഈ വോട്ട് ചോരിയിലൂടെയാണ് എന്ന് അമിത്ഷാ പറയുന്നു. അതോടൊപ്പം ഇന്ദിരാഗാന്ധി തനിക്ക് തെരഞ്ഞെടുപ്പിൽ നേരിടാൻ കഴിയാത്തൊരു ഘട്ടത്തിൽ ഇതുപോലെ ഒരു വോട്ട് കൊള്ള നടത്തി അധികാരം നിലനിർത്താനുള്ളൊരു ശ്രമം നടത്തിയതിനെക്കുറിച്ച് അമിത്ഷാ പറയുന്നു. അതുപോലെ സോണിയാഗാന്ധി മുൻപ് ഇന്ത്യയിൽ പൗരയാകുന്നതിന് മുമ്പ് വോട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തി. അങ്ങനെ കോൺഗ്രസ്സിലും പ്രത്യേകിച്ച് നെഹ്റുവിനുമെതിരെയൊക്കെ രൂക്ഷമായ ഭാഷയിലുള്ള ഒരു ആക്രമണം തന്നെയാണ് അമിത്ഷാ ഇന്ന് പാർലമെൻറ്റിൽ നടത്തിയത്. രാഹുൽ ഗാന്ധി ഈ ഘട്ടത്തിൽ താൻ ഒരു തുറന്ന സംവാദത്തിന്, ഒരു മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു തുറന്ന സംവാദത്തിന് അമിത്ഷായെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏതായാലും ആ പ്രതിപക്ഷത്തിൻ്റെ എല്ലാ ശബ്ദങ്ങൾക്കും തനിക്ക് കൃത്യമായ മറുപടി പറയാനുണ്ട് എന്ന് അമിത്ഷാ പറയുന്നു. അതിൽ തനിക്ക് യാതൊരു ഭയവും ഇല്ല. രാഹുൽ ഗാന്ധി വലിയ ആക്ഷേപങ്ങൾ, അതായത് ഇലക്ഷൻ കമ്മീഷൻ, അതുപോലെ കേന്ദ്ര ഏജൻസികൾ തുടങ്ങിയ എല്ലാ സ്ഥാപനങ്ങളെയും BJP അല്ലെങ്കിൽ സർക്കാർ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കുന്നൊരു സാഹചര്യമുണ്ട് എന്ന ആക്ഷേപം വയ്ക്കുമ്പോൾ ഇത് കോൺഗ്രസിൻ്റെ ഒരു കെട്ടിച്ചമച്ച കഥയാണെന്ന തരത്തിൽ അമിത്ഷാ പറയുന്നു. നേരത്തെ 2004-ലും 2009-ലും ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ സംബന്ധിച്ചൊരു പരാതിയും കോൺഗ്രസിനുണ്ടായിരുന്നില്ല. പിന്നീട് ഇപ്പോൾ വലിയ തോതിൽ പരാതി ഉന്നയിക്കുന്നു. കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിലാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്ക് മാറുന്നതിനെക്കുറിച്ചുള്ള തീരുമാനമുണ്ടായത്. ഇപ്പോൾ തുടർച്ചയായ പരാജയമുണ്ടാകുമ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറ്റം പറയുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ രാജ്യത്തിന് പുറത്തുള്ള ആളുകൾ അല്ലെങ്കിൽ ഇന്ത്യൻ പൗരന്മാരല്ലാത്തവരെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നത്. ഇന്ത്യൻ പൗരന്മാർക്ക് വോട്ടർ പട്ടികയിൽ സ്ഥാനം പിടിക്കാൻ വലിയ പ്രയാസമില്ല എന്ന് അമിത്ഷാ പറയുന്നു. അതോടൊപ്പം തന്നെ തൻ്റെ പ്രസംഗത്തിനിടയിൽ തന്നെ ആളുകൾ തടസ്സപ്പെടുത്തുന്നത് ശരിയല്ല. പ്രതിപക്ഷം കളവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ താൻ അവരെ തടസ്സപ്പെടുത്തിയില്ല എന്ന് അമിത്ഷാ വാദിക്കുന്നു. അതുപോലെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അനധികൃതമായി കുടിയേറി പാർത്ത ആളുകളെ ഇന്ത്യയുടെ ഇലക്ട്രൽ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന് അമിത്ഷാ വ്യക്തമാക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആക്ഷേപം അത് ഒരു കള്ളക്കഥയാണ്, ഒരു ഫേക്ക് നെറേറ്റീവാണ് എന്ന തരത്തിൽ അമിത്ഷാ പറയുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു കൃത്യമായ ഒരു ക്ലീൻ ഇലക്ട്രൽ റോൾ ഉണ്ടാക്കാൻ ആർട്ടിക്കിൾ 326 ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 326 അധികാരം നൽകുന്നു എന്ന് അമിത്ഷാ പറയുന്നു. അതുപോലെ തന്നെ BJPയും അംഗങ്ങളെല്ലാം തന്നെ ഇത് കോൺഗ്രസിൻ്റെ കാലത്തും ഇത്തരത്തിൽ ഒരു ഇലക്ട്രൽ പട്ടിക അല്ലെങ്കിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നിരുന്നു എന്നും അതിന് ഈ ഘട്ടത്തിൽ മാത്രം അതിനെ അധിക്ഷേപിച്ച് രംഗത്ത് വരുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യവും ഉയർത്തുന്നു. ഏതായാലും NDA എല്ലാത്തരം സംവാദങ്ങൾക്കും തയ്യാറാണ്, ഒരിക്കലും അതിൽ നിന്ന് പിന്മാറില്ല എന്ന് അമിത്ഷാ പറയുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്യുന്നു, പ്രത്യേകിച്ച് ഈ SIR വിഷയത്തിൽ എന്ന കാഴ്ചയാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞത്. ശരി, മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്. പ്രഥമ വീർ സവർക്കർ അവാർഡ് സ്വീകരിക്കുമെന്ന ചാനൽ വാർത്തകൾ തള്ളി ശശി തരൂർ. അവാർഡിനെ കുറിച്ച് ഇന്നലെ മാത്രമാണ് കേട്ടത്. അവാർഡ് താൻ സ്വീകരിക്കുന്നില്ല. ഇക്കാര്യം ഇന്നലെ തന്നെ മാധ്യമങ്ങളോട് വ്യക്തത വരുത്തിയതാണെന്നും തരൂർ പ്രതികരിച്ചു. മനു ഭരത് വിവരങ്ങളുമായി. മനു, ശശി തരൂരിനെ ചൊല്ലി സംസ്ഥാന നേതൃത്വം കോൺഗ്രസ് പ്രതിസന്ധിയിലാവുന്നത് പലതവണയായി തുടരുകയാണ്. ഇന്നും ഇപ്പോൾ അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായേനെ. പക്ഷേ തരൂർ തൽക്കാലം ഇന്നലെ കേട്ട അവാർഡ് വാങ്ങുന്നില്ല എന്നൊരു നിലപാട് എടുത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് ആ പ്രശ്നം ഒഴിവായി എന്നേ പറയാനാവൂ. പക്ഷേ ഈ പ്രതിസന്ധിയിലാക്കുന്നത് തുടരുകയാണ്. ഇന്നിപ്പോൾ നേതാക്കളുടെ പ്രതികരണവും തരൂരിനെ കുറിച്ച് തങ്ങളൊന്നും മിണ്ടാനില്ല എന്ന നിലയ്ക്കല്ലേ? ഇന്ന് രണ്ടു തരത്തിലാണ് കോൺഗ്രസ് നേതൃത്വം
അതിനോട് പ്രതികരിച്ചത്. വി ഡി സതീശനെ പോലുള്ള നേതാക്കൾ അത് വാർത്താമാധ്യമ പ്രവർത്തകർ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അതിന് കൈകൂപ്പിക്കൊണ്ട് അവർക്ക് മുന്നിൽ നിന്ന് മാറിപ്പോകുന്ന ആ ചോദ്യം ഒഴിവാക്കി പോകുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതേസമയം രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ളവർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. കോൺഗ്രസിൻ്റെ രക്തം സിരകളിൽ ഓടുന്ന ആർക്കും വീർ സാവർക്കറിൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം സ്വീകരിക്കാൻ കഴിയില്ല എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. കെ മുരളീധരനും രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഇതുപോലുള്ള ഒരു പുരസ്കാരം വാങ്ങാൻ കോൺഗ്രസ്സുകാർക്ക് കഴിയില്ല എന്ന നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം പ്രതിപക്ഷവും ഇത് ഒരു വീണുകിട്ടിയ അവസരം എന്ന തരത്തിൽ പ്രയോജനപ്പെടുത്തി. പി രാജീവ് കുറെ കൂടി സംയമനം പാലിച്ചൊരു നിലപാടാണ്. അവാർഡ് വാങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ശശി തരൂരിന് അധികാരമുണ്ട് എന്ന അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് എന്ന നിലയിലായിരുന്നു പി രാജീവിൻ്റെ പ്രതികരണം. അതേസമയം മന്ത്രി മുഹമ്മദ് റിയാസ് ആകട്ടെ ഒരു പരിഹാസത്തിൻ്റെ ഭാവത്തിലാണ് ഈ വിഷയത്തെ പരിഗണിച്ചത്. പലരും ഇനിയും കോൺഗ്രസിലുണ്ട് ഇത്തരത്തിൽ വീർ സവർക്കറിൻ്റെ പേരിലുള്ള അവാർഡ് വാങ്ങാൻ അർഹരായിട്ടുള്ളവർ എന്ന് മുഹമ്മദ് റിയാസ് പരിഹസിക്കുകയും ചെയ്തു. പക്ഷേ കോൺഗ്രസിനെ പൊതുവെ ശശി തരൂരിൻ്റെ നിലപാട് വെട്ടിലാക്കുമ്പോൾ ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഈ ഘട്ടത്തിൽ ഈ ഒരു വിഷയത്തിൽ ശശി തരൂർ തനിക്കതിനെക്കുറിച്ച് അറിയില്ല, താൻ ഇങ്ങനെ ഒരു അവാർഡിനെ കുറിച്ച് കേട്ടിട്ടില്ല, തന്നോട് ആരും സമീപിച്ചിട്ടുമില്ല എന്ന് വ്യക്തമാക്കി. തരൂർ കൽക്കട്ടയിലേക്ക് തിരിച്ചു എന്നാണ് വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. തരൂരിനൊപ്പം മറ്റ് 4 പേരെ കൂടി ഇത്തരത്തിൽ ഒരു പുരസ്കാരത്തിന് അവർ തിരഞ്ഞെടുത്തിട്ടുമുണ്ട്. തരൂരിനെ ഇൻ്റർനാഷണൽ ഇമ്പാക്റ്റ് അവാർഡ് എന്ന തരത്തിൽ, വീർ സവർക്കർ ഇൻ്റർനാഷണൽ ഇമ്പാക്റ്റ് അവാർഡ് എന്ന തരത്തിൽ എന്ന ഒരു പുരസ്കാരമാണ് നൽകാൻ തീരുമാനിച്ചത്. അദ്ദേഹം ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യങ്ങൾ മറ്റ് രാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ഇൻ്റർനാഷണൽ ഡെലിഗേഷൻ്റെ ഭാഗമായി പ്രവർത്തിച്ചു. അങ്ങനെ ആ ഒരു ഡിപ്ലോമാറ്റിക് ഔട്ട്റീച്ച് അത് വളരെ ഭംഗിയായി ചെയ്തു എന്ന തരത്തിൽ ആണ് ശശി തരൂരിനെ ഇത്തരം ഒരു പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തതെന്നാണ് സംഘടനാ ഭാരവാഹികളുടെ അഭിപ്രായം. അവർ ശശി തരൂരിനെ കാണുകയും ഈ കാര്യം അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു എന്ന് ഇന്ന് ആ സംഘടനയുടെ HRD സൊസൈറ്റിയുടെ HRDSൻ്റെ സെക്രട്ടറി വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ ഏതായാലും തരൂർ തനിക്കിത് അറിയില്ല, ഈ വിഷയത്തിൽ തനിക്കൊന്നും പറയാനില്ല എന്ന് പറയുകയും ചെയ്തു. അതായത് ശശി തരൂരിൻ്റെ നിലപാടിൽ ഒരു വലിയ മാറ്റമുണ്ട്. ദ പാരഡോക്സിയൽ പ്രൈം മിനിസ്റ്റർ എന്ന പുസ്തകം എഴുതിയ ശശി തരൂർ അന്ന് നരേന്ദ്രമോദി ആൻഡ് ഹിസ് ഇന്ത്യ എന്ന ആ പുസ്തകത്തിൽ അദ്ദേഹം ഇന്ത്യയുടെ നരേന്ദ്രമോദി കുറെ കൂടി വിമർശനാത്മകമായുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചെങ്കിൽ പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ലേഖന പരമ്പരകളിൽ ശശി തരൂർ നരേന്ദ്രമോദിയുടെ ഊർജവും കരുത്തും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു ഉത്സാഹമൊക്കെ രാജ്യത്തിന് വലിയ മുതൽക്കൂട്ടാണെന്ന തരത്തിൽ പുകഴ്ത്തുന്ന കാര്യമാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ വിവാദം ഒരുപക്ഷെ ഈ വിഷയത്തിൽ അവസാനിക്കുന്നു, പക്ഷേ അത് തുടരും എന്ന കാര്യത്തിൽ സംശയമില്ല. ശരി, മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്. അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വീർ സവർക്കർ എന്ന പേരോ അല്ലെങ്കിൽ വീർ സവർക്കറിന്റെ പേരിലുള്ള അവാർഡോ എന്ന നിലയ്ക്കല്ല ശശി തരൂർ ഇത് നിഷേധിക്കുന്നത്. ഇന്നലെ മാത്രമാണ് ഈ വിഷയത്തെക്കുറിച്ച് അറിഞ്ഞത്. ആ അവാർഡ് വാങ്ങുന്നില്ല, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം. അതേസമയം 1 മാസം മുൻപേ ഇക്കാര്യം തരൂരിൻ്റെ വീട്ടിൽ ചെന്ന് സംസാരിച്ചിരുന്നുവെന്നും അവാർഡിനെ കുറിച്ച് അറിയിച്ചിരുന്നുവെന്നും ഒക്കെയാണ് HRDS അധികൃതർ വിശദീകരിച്ചിട്ടുള്ളത്. വീർ സവർക്കർ പുരസ്കാരം സ്വീകരിക്കില്ലെന്ന് തരൂർ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. തരൂരിനെതിരെ നടപടിയെടുക്കുന്ന കാര്യം തീരുമാനിക്കേണ്ടത് AICC ആണ്. KPCCയോട് നിലപാട് ചോദിക്കുന്ന ഘട്ടത്തിൽ അഭിപ്രായം പറയുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. തരൂര് UDF വോട്ട് ചെയ്യണമെന്നല്ലേ പറഞ്ഞത്, അതല്ലേ കാണുന്നത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി സ്ഥാനാർത്ഥിയെ കൂടെ നിർത്തിക്കൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതാണ് ഞാൻ. പോകുന്നില്ല എന്നല്ലേ അദ്ദേഹം പറഞ്ഞു, എന്താണ് പോകുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം കേരളത്തിൽ UDFന്റെ പ്രചരണ രംഗത്ത് വന്നു. അത് നിങ്ങൾ AICCയുടെ നേതൃത്വത്തോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ആ ചോദ്യത്തിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. AICC ആണ് ആ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുന്നത്. എന്റെ ആരെ പറഞ്ഞു നിങ്ങൾ കയറി സംസ്ഥാന ഘടകത്തിന്റെ പ്രഖ്യാപനം നടത്തണ്ട. അതേസമയം തരൂർ വിഷയത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോടെ VD സതീശൻ പ്രതികരിക്കാതെ കൈകൂപ്പി കാണിക്കുകയാണ് ചെയ്തത്. സവർക്കർ പുരസ്കാരം വാങ്ങണമോ വേണ്ടയോ എന്ന് ശശി തരൂർ തന്നെ തീരുമാനിക്കേണ്ടതാണെന്ന് AP അനിൽകുമാർ. തരൂരിനെതിരെ നടപടിയെടുക്കുന്ന കാര്യം AICC ആണ് തീരുമാനിക്കേണ്ടതെന്നും അനിൽകുമാർ പ്രതികരിച്ചു. അല്ല, അതിനകത്ത് അദ്ദേഹം AICC വർക്കിംഗ് കമ്മിറ്റി ഉണ്ട്.
അപ്പോൾ അത്തരം കാര്യങ്ങളിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് AICC ആണ്. എനിക്ക് വ്യക്തിപരമായ അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തിപരമായ അഭിപ്രായക്കാർക്ക് അത്തരം കാര്യങ്ങളിൽ ഇത് ഒരു വലിയ ചർച്ചാ വിഷയമായി നിൽക്കുന്ന സന്ദർഭമാണ്. അപ്പോൾ അദ്ദേഹം സ്വയം തീരുമാനിക്കണം അത് വേണോ വേണ്ടയോ, അത് ഗുണകരമാണോ അല്ലയോ എന്നുള്ളത് ശശി തരൂരാണ് തീരുമാനിക്കുന്നത്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർ രാജേന്ദ്ര അർലേക്കറുമായുള്ള സർക്കാരിന്റെ അനുനയ നീക്കം പാളി. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം അനുനയ ചർച്ചയ്ക്കായി മന്ത്രിമാരായ P രാജീവും R ബിന്ദുവും ലോക്ഭവനിലെത്തിയെങ്കിലും താൻ നിശ്ചയിച്ചവർ യോഗ്യരെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ. ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി എത്താത്തത് എന്തുകൊണ്ടാണെന്നും ഗവർണർ മന്ത്രിമാരോട് ചോദിച്ചു. സംസ്ഥാനവും ഗവർണറും തമ്മിൽ സമവായത്തിലെത്തിയില്ലെങ്കിൽ VCമാരെ നേരിട്ട് നിർദ്ദേശിക്കുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. ചർച്ച തുടരുമെന്ന് മന്ത്രി P രാജീവ് പ്രതികരിച്ചു. നാളെയാണ് ഈ കേസ് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി അത് പരിഗണിക്കുമ്പോൾ ഒരു സമവായം നിങ്ങൾ എത്തുന്നില്ലേ എന്ന് ചോദിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും മുഖ്യമന്ത്രി ഗവൺമെന്റ് മുൻകൈയെടുത്ത് ഈ കാര്യം ചർച്ച ചെയ്യണം എന്ന് ചാൻസലറോട് ആവശ്യപ്പെട്ടു. അതിനുവേണ്ടി നിങ്ങൾക്കറിയാം തെരഞ്ഞെടുപ്പിൻ്റെതായ സമയമാണ്. മുഖ്യമന്ത്രി ഞങ്ങൾ 2 മന്ത്രിമാരെ ചുമതലപ്പെടുത്തി. ആ 2 മന്ത്രിമാർ അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ബഹുമാനായ ചാൻസലറുമായിട്ടുള്ള ചർച്ച നടത്തിയിട്ടുണ്ട്. ആ ചർച്ച നടത്തി അത്തരം കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇപ്പോൾ കോടതി പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ചർച്ച നടത്തിയിരിക്കുന്നു. അതിപ്പോൾ മാധ്യമങ്ങളുമായിട്ട് പങ്കുവയ്ക്കേണ്ടതല്ല. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു ചർച്ച നടന്നിരിക്കുന്നു. ഗവൺമെന്റ് ചർച്ച ചെയ്യുന്നു, ചാൻസലറുമായി ചർച്ച ചെയ്യുന്നു. അത്തരം കാര്യങ്ങൾ സമവായത്തോടുകൂടി പോകാനാണ് സർക്കാർ എപ്പോഴും ശ്രമിക്കുന്നത്. അതിൽ സുപ്രീം കോടതി വിധിയിൽ പ്രയോറിറ്റി നിശ്ചയിക്കാനുള്ള അധികാരം ഉള്ളത് മുഖ്യമന്ത്രിക്കാണ്. എന്നാൽ സുപ്രീം കോടതി വിധിയിൽ മുഖ്യമന്ത്രിക്ക് ആ പാനലിൽ തന്നെ ഏതെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ അത് ചാൻസലറുടെ ശ്രദ്ധയിൽപ്പെടുത്താം. മുഖ്യമന്ത്രി നൽകുന്ന നിർദ്ദേശത്തിൽ മുഖ്യമന്ത്രിക്ക് അത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ചാൻസലർക്ക് മുഖ്യമന്ത്രി നൽകിയ അതിൽ ആ അഭിപ്രായത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ അതും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അതാണിപ്പോൾ കോടതിയുടെ മുൻപിലുള്ളത്. കോടതി ആ സമയത്ത് വീണ്ടും നമ്മളോട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ചാൻസലറും സംസാരിച്ചിരിക്കുന്നു. ഗവൺമെന്റ് അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് സമവായത്തിലെത്താൻ കഴിയുമോ എന്നതാണ് ശ്രദ്ധിക്കുമ്പോൾ. നാളെയാണ് കോടതി വരുന്നത്. കേന്ദ്ര ഫണ്ട് തടയുന്ന നടപടിക്കെതിരെ ഡൽഹിയിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം. തീയതി ഉടൻ തീരുമാനിക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. സമരത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുക്കും. വിദ്യാഭ്യാസ വകുപ്പിന്റെ 440 കോടി രൂപയും ബാക്കി SSK ഫണ്ടും തടഞ്ഞതായി മന്ത്രി പ്രതികരിച്ചു. ഫണ്ട് തടയുന്നതിന് പിന്നിൽ കേരളത്തിൽ നിന്നുള്ള BJP മന്ത്രിമാരും രാജീവ് ചന്ദ്രശേഖറുമാണെന്ന് ശിവൻകുട്ടി ആരോപിച്ചു. വിദ്യാഭ്യാസ വകുപ്പിനോട് കടുത്ത ഒരു നയമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ഒരു കാരണവശാലും തടഞ്ഞു വയ്ക്കാൻ കഴിയാത്ത ഫണ്ട് പോലും തടഞ്ഞു വച്ചിരിക്കുകയാണ്. 440 കോടി രൂപ തടഞ്ഞു വച്ചിരിക്കുകയാണ്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുന്നതിന് വേണ്ടി ഒരു പ്രതിഷേധ സമരം നടത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം സൂചിപ്പിക്കുകയാണ്. തീയതി പിന്നാലെ നിശ്ചയിക്കും. കേന്ദ്ര ഫണ്ട് തടയുന്ന നടപടിക്കെതിരെ ഡൽഹിയിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതിഷേധ സമരം രാഷ്ട്രീയ നാടകമെന്ന് BJP നേതാവ് VV രാജേഷ്. BJP വിരുദ്ധ വോട്ടുകൾ സമാഹരിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും രാജേഷ് ആരോപിച്ചു. ഇവിടെ കൃത്യമായിട്ട് കണക്കുകൾ കൊടുക്കണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ PM ശ്രീയുടെ തന്നെ എത്ര വർഷം മുമ്പ് പദ്ധതി സാധാരണക്കാരായ ജനങ്ങൾക്കും കുട്ടികൾക്കും ഉപയോഗം ചെയ്യേണ്ടതാണ്. ലക്ഷക്കണക്കിന് പാവപ്പെട്ട കുട്ടികൾക്ക്, സാധാരണക്കാരായ കുട്ടികൾക്ക് ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് ഗുണം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇവരുടെ മൂപ്പിളമ തർക്കവും അതോടൊപ്പം തന്നെ CPI മീശ വിറപ്പിച്ചൊക്കെ കണ്ടിട്ട് തടയപ്പെടുന്നത്. അപ്പോൾ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ ഇച്ഛാശക്തി ഇല്ലായ്മയാണ് പല കേന്ദ്ര പദ്ധതികളും കേരളത്തിൽ തടയുന്നതിന് കാരണം. അപ്പോൾ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതുകൊണ്ട് ഒരു ദേശീയ കേന്ദ്ര ഗവൺമെന്റിനുള്ള ഒരു വികാരം വോട്ടാക്കി മാറ്റുക എന്നുള്ള തീർത്ഥം CPM-ന്റെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് ഈ പ്രസ്താവനകളൊക്കെ തന്നെ. അതിന് ജനം മുഖവിലേക്കെടുക്കും. ശിവൻകുട്ടി രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞ് ടിക്കറ്റ് എടുത്ത് ഡൽഹിയിൽ പോയി സമരം ചെയ്ത് കഴിഞ്ഞാൽ അത് വസ്തുതയാവുകയില്ലല്ലോ. ഇവർ ധവളപത്രം പുറപ്പെടുവിക്കട്ടെ. അതിനുശേഷം നമുക്കത് സുതാര്യമായ ചർച്ചകൾ വെച്ചിട്ട് അതിൽ വസ്തുത ഉണ്ടെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള മറുപടി പറയ്ക്കും, അല്ലെങ്കിൽ ഇടപെടലിന് പ്രസക്തിയുണ്ട്. ഇത് 4 മാസം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതുകൊണ്ട് BJP വിരുദ്ധ വോട്ടുകൾ സമാഹരിക്കുവാനുള്ള ഒരു വ്യഗ്രതയാണ്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തകർച്ചയിൽ നിന്നും രക്ഷ നേടുവാനുള്ള ഒരു ഉപായം മാത്രമാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ.
തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും. 604 തദ്ദേശ സ്ഥാപനങ്ങളിലെ 12,391 വാർഡുകളിലാണ് വിധിയെഴുത്ത്. മലപ്പുറത്തിനും വയനാടിനും പുറമെ മറ്റു ജില്ലകളിലും മികച്ച പ്രകടനം ഇത്തവണ ഉണ്ടാവുമെന്ന് UDF പ്രതീക്ഷ വയ്ക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെ ആധിപത്യം തുടരാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് LDF. സംസ്ഥാനത്ത് UDFന്റെ കയ്യിലുള്ള ഏക കോർപ്പറേഷനായ കണ്ണൂരും നാളെയാണ് വിധിയെഴുതുന്നത്. മുഖ്യമന്ത്രിയുടെയും KPCC പ്രസിഡന്റിന്റെയും സ്വന്തം ജില്ല ഇക്കുറി വാശിയേറിയ പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അടക്കമുള്ള തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം കൂടി പൂർത്തിയായതോടുകൂടി പൂർണ്ണമായും തെരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിലേക്ക് അല്ലെങ്കിൽ പോളിംഗ് ദിനത്തിൻ്റെ ആവേശത്തിലേക്ക് ജില്ല മാറിക്കഴിഞ്ഞിരിക്കുന്നു. നിശബ്ദ പ്രചാരണത്തിൻ്റെ ദിനങ്ങളായിരുന്നു. ഇന്ന് ഇളകിയിരുന്ന വോട്ടുകൾ ഉറപ്പിക്കാനും സ്ലിപ്പുകളും മറ്റും വിതരണം ചെയ്യാനാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് പൂർണ്ണമായും ആ സമയം ചെലവഴിച്ചത്. 3097 പോളിംഗ് ബൂത്തുകളാണ് ജില്ലയിൽ ആകെയുള്ളത്. കോഴിക്കോട് ജില്ലയിലെ 70 ഗ്രാമപഞ്ചായത്തുകളിലെ 1343 വാർഡുകളിലേക്കും 12 ബ്ലോക്ക് പഞ്ചായത്തുകളിലായുള്ള 183 വാർഡുകളിലേക്കും ജില്ലാ പഞ്ചായത്തിലെ 28 വാർഡുകളിലേക്കും 7 നഗരസഭകളിലായി 273 വാർഡുകളിലേക്കും കോർപ്പറേഷൻ കോഴിക്കോട് അവിടുത്തെ 76 ഡിവിഷനുകളിലേക്കുമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇത്രയും ഇടങ്ങളിലായി 3097 പോളിംഗ് സ്റ്റേഷനുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകളിൽ മാത്രം 2411 ബൂത്തുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. മുനിസിപ്പൽ പരിധിയിൽ 290 പോളിംഗ് സ്റ്റേഷനുകളാണ്. കോഴിക്കോട് കോർപ്പറേഷൻ്റെ പരിധിയിൽ മാത്രം 396 പോളിംഗ് സ്റ്റേഷനുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ജില്ലയിലെമ്പാടുമായി 731 അതീവ പ്രശ്നബാധിത ബൂത്തുകളാണ് വിലയിരുത്തുന്നത്. ഇതിൽ നഗരപരിധിയിൽ 117 ബൂത്തുകളാണ് ഇത്തരത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. കൂടുതൽ ബൂത്തുകളും റൂറൽ പരിധിയിലാണ്. 614 ബൂത്തുകളാണ് ഇത്തരത്തിൽ ഉള്ളത്. സിറ്റി പരിധിയിൽ 29 ഇടങ്ങളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനമുണ്ട്. റൂറൽ പരിധിയിൽ 137 ഇടങ്ങളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. കോഴിക്കോട് കോർപ്പറേഷനിലാണ് ഏറ്റവും അധികം സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുള്ളത്. 150 പുരുഷന്മാരും 176 സ്ത്രീകളും ഉൾപ്പെടെ 326 സ്ഥാനാർത്ഥികളാണ് 76 ഡിവിഷനുകളിലായി മത്സരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിലേക്ക് 61 പുരുഷന്മാരും 50 സ്ത്രീകളും ഉൾപ്പെടെ 111 പേർ ജനവിധി തേടുന്നുണ്ട്. ജില്ലയിലെ 12 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കായി 292 പുരുഷന്മാരും 312 സ്ത്രീകളും ഉൾപ്പെടെ 604 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. 70 ഗ്രാമപഞ്ചായത്തുകളിലായി 4420 പേർ ജനവിധി തേടുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും പരമ്പരാഗതമായി LDFനെ പിന്തുണയ്ക്കുന്ന ഒരു ജില്ലയാണ്. നഗരസഭകൾ ഒഴികെയുള്ള ഇടങ്ങളിൽ വ്യക്തമായ മുൻതൂക്കം മുൻ വർഷങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ LDFന് ലഭിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ആ നേട്ടം ആവർത്തിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയിലാണ് LDF ഉള്ളത്. കോഴിക്കോട് കോർപ്പറേഷൻ ഏതാണ്ട് 4.5 പതിറ്റാണ്ടിലധികമായി LDF ഭരിക്കുന്ന ഒരു കോർപ്പറേഷനാണ്. അവിടെ വലിയ അട്ടിമറിക്കൊരു വകയുമില്ല എന്നാണ് LDF അവകാശപ്പെടുന്നത്. പക്ഷേ ഇത്തവണ ആ ഭരണം അട്ടിമറിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് UDF ഉള്ളത്. നേരത്തെ തന്നെ നഗരസഭയ്ക്കെതിരായ പ്രതിഷേധ പരിപാടികളടക്കം അവർ ആരംഭിക്കുകയും ചെയ്തിരുന്നു. VM വിനുവിനെ പോലുള്ള പൊതുസമ്മതരായ സ്ഥാനാർത്ഥികളെ മത്സരരംഗത്ത് ഇറക്കി LDFന് വെല്ലുവിളി ഉയർത്താൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന് പിന്നീട് മത്സരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. എന്തായാലും ഒറ്റയ്ക്ക് ഭരിക്കാൻ പോലും CPMന് ഭൂരിപക്ഷം വർഷങ്ങളായി ലഭിക്കുന്ന ഒരു കോർപ്പറേഷനാണ്. അതുകൊണ്ട് ഒരു അട്ടിമറിയും അവിടെ നടക്കില്ല എന്ന് പറയുന്നു. മറുവശത്ത് BJP കഴിഞ്ഞ തവണ 7 സീറ്റുകളിൽ കഴിഞ്ഞ തവണയും അതിന് മുമ്പിലത്തെ തെരഞ്ഞെടുപ്പിലും 7 സീറ്റുകൾ വീതം നേടിയിരുന്നു. ഒപ്പം കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ 22 ഇടങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്തിയത് വലിയ ആവേശം BJPക്ക് നൽകുന്നുണ്ട്. അത്തരത്തിൽ രണ്ടാം സ്ഥാനത്തായ ഡിവിഷനുകളിൽ സ്ഥിര നില മെച്ചപ്പെടുത്തി ഭരണത്തിലേക്ക് നടന്നു നീങ്ങാൻ കഴിയുമെന്ന ഉറച്ച ഒരു പ്രതീക്ഷയാണുള്ളത്. കോഴിക്കോട് കോർപ്പറേഷന് അപ്പുറം ഈ കൊടുവള്ളി നഗരസഭ പോലെയുള്ള ഇടങ്ങളിൽ, രാമനാട്ടുകര പോലെയുള്ള ഇടങ്ങളിൽ, മുക്കം എന്നിവിടങ്ങളിലൊക്കെ വലിയ തീ പാറുന്ന പോരാട്ടമാണ് ഇത്തവണ നടന്നത്. കഴിഞ്ഞ തവണ പലയിടങ്ങളിലും പരസ്പരം സഖ്യം ചേർന്ന് വെൽഫെയർ പാർട്ടിയുമായുള്ള മത്സരമൊക്കെ നടത്തിയെങ്കിലും ഇത്തവണ മുക്കമടക്കമുള്ള ചിലയിടങ്ങളിൽ UDF വ്യത്യസ്തമായി മത്സരിക്കുന്നു. പക്ഷേ ജില്ലയിലെമ്പാടും വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ
UDF-ന് ആണ് എന്നവർ പ്രഖ്യാപിച്ചിരുന്നു. ഒപ്പം ആരുടെ പിന്തുണയും ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി നേടും എന്ന് UDF വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. മറുവശത്ത് SDP പിന്തുണ പലയിടങ്ങളിലും BJP-യെ തോൽപ്പിക്കാൻ LDF-ന് നൽകുമെന്ന പ്രഖ്യാപനവുമായി ജില്ലാ നേതൃത്വം രംഗത്തെത്തിയിരുന്നു. അത് ആയുധമാക്കിയാണ് UDF മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇരു പാർട്ടികളും ഈ വർഗീയ കക്ഷികളുമായുള്ള സഖ്യത്തിലൂടെ ജനവിധി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് BJP ആരോപിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഒരുപാട് വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ ഈ മണ്ഡല പുനർനിർണ്ണയം, അതായത് വാർഡുകളുടെ വിഭജനം അടക്കമുള്ള വിഷയങ്ങളെ ചൊല്ലിയും ഇരട്ട വോട്ടുകളെ ചൊല്ലിയും ഒക്കെ ഉയർന്നിരുന്നു. ഒപ്പം സംസ്ഥാനത്താകെ ചർച്ചാ വിഷയമായ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമൊക്കെ വലിയ ചർച്ചയാണ് തെരഞ്ഞെടുപ്പിൽ മാറിയത്. എന്തായാലും വെൽഫെയർ പാർട്ടിയുമായുള്ള കൂട്ടുകെട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലടക്കം ഗുണകരമായി എന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലും അത് എത്രമാത്രം ഗുണകരമായി എന്ന ഒരു കൃത്യമായ പരിശോധനയും UDF-ന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും. ഇതനുസരിച്ചായിരിക്കും വരുംകാല നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം വെൽഫെയർ പാർട്ടിയുമായി സഖ്യത്തിൽ ഏർപ്പെടാനുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് UDF എത്തുക. ഓരോ വാർഡുകളിലും 10ഉം 40ഉം വോട്ടുകളൊക്കെ ചിലയിടങ്ങളിൽ വെൽഫെയർ പാർട്ടിക്കുണ്ട് എന്ന വിധത്തിലാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ 10ൽ താഴെ വോട്ടുകൾക്കൊക്കെ തോറ്റ ഒരുപാട് വാർഡുകൾ UDF-നൊക്കെ ഉണ്ട്. അവിടങ്ങളിൽ ഇക്കാര്യം ഗുണകരമാവും എന്നൊരു പ്രതീക്ഷയുമുണ്ട്. എന്തായാലും വലിയ ശബ്ദ കോലാഹലങ്ങൾ ഉയർത്തിയുള്ള പ്രചാരണവും അതിന് തക്കതായ കൊട്ടിക്കലാശവുമാണ് കഴിഞ്ഞിരിക്കുന്നത്. പിന്നീട് ഇന്നിപ്പോൾ പോളിംഗ് സാമഗ്രികളുടെ വിതരണവും പൂർത്തിയായിരിക്കുന്നു. നാളെ രാവിലെ മുതൽ ജില്ലയിൽ സമാധാനപരമായി തന്നെ വോട്ടിംഗ് നടക്കും എന്നാണ് പോലീസിൻ്റെ പ്രതീക്ഷ. ഏതാണ്ട് 5000-നടുത്ത് പോലീസ് ഉദ്യോഗസ്ഥരാണ് സിറ്റി പരിധിയിലും റൂറൽ പരിധിയിലുമായി വിന്യസിക്കുകയും ചെയ്തിരിക്കുന്നത്. കാര്യമായ ക്രമസമാധാന പ്രശ്നങ്ങളില്ലാതെ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ പോളിംഗിനുള്ള ഒരുക്കങ്ങൾ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. പോളിംഗ് സാമഗ്രികളുടെ വിതരണവും ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പാലക്കാട് ജില്ലയിൽ 6724 സ്ഥാനാർത്ഥികളാണ് ആകെ മത്സരിക്കുന്നത്. 3054 പോളിംഗ് ബൂത്തുകൾ ഇതിനായി സജ്ജമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ തുടങ്ങിയ സാമഗ്രികളുടെ വിതരണം ഉച്ചയ്ക്ക് ശേഷം ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. പാലക്കാട് രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. BJP പ്രതീക്ഷ വയ്ക്കുന്ന ഒരു ഇടം കൂടിയാണ് പാലക്കാട് നഗരസഭ. 2 തവണ BJP-യാണ് അവിടെ ഭരിക്കുന്നത്. 2 തവണയായി BJP-യാണ് അവിടെ ഭരിക്കുന്നത്. ഒരു ഹാട്രിക് വിജയമാണ് പാലക്കാട് BJP ലക്ഷ്യമിടുന്നത്. മറുവശത്താകട്ടെ UDF വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് പ്രചരണം ആരംഭിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിനിടെയുണ്ടായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ കേസും മറ്റ് നടപടികളും വിവാദങ്ങളുമൊക്കെ അവിടെ കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് തലവേദന തീർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ 2 വിവാദങ്ങളും അതുപോലെ തന്നെ BJP-യിലാകട്ടെ സ്ഥാനാർത്ഥി നിർണയം മുതൽ BJP-യിലെ കൃഷ്ണകുമാർ വിഭാഗവും മറുവിഭാഗവും തമ്മിലുള്ള പോരും ശക്തമായിരുന്നു. ഈ BJP-യിലെ അന്തഃഛിദ്രവും UDF-ന്റെ ഭാഗത്ത് പാലക്കാട് MLA-യെ കുറിച്ചുള്ള വിവാദങ്ങളുമൊക്കെ വലിയ തോതിൽ തന്നെ LDF-ന് പ്രതീക്ഷ നൽകുന്ന സാഹചര്യമാണ് അവിടെ തീർത്തിരിക്കുന്നത്. അതേപോലെ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് നഗരസഭയിലും LDF-ന് തലവേദനയായി PK ശശിയുടെ ഒപ്പമുള്ളവർ മത്സരിക്കുന്നു എന്നുള്ള പ്രതിസന്ധി അവിടെ തീർക്കുന്നുണ്ട്. അവിടെ UDF-ന് ഇത് അനുകൂലമായൊരു സാഹചര്യം ഒരുക്കുന്നുവെന്നാണ് UDF വിലയിരുത്തുന്നത്. മലപ്പുറം ജില്ലയിലും പോളിംഗിൻ്റെ മുന്നൊരുക്കങ്ങൾ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ വിവിധ കേന്ദ്രങ്ങളിലെ 27 കേന്ദ്രങ്ങളിലായിട്ട് പോളിംഗ് സാമഗ്രികളുടെ വിതരണങ്ങൾ തുടങ്ങിയിരുന്നു. വൈകുന്നേരത്തോടെ അത് പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. മലപ്പുറത്തെ സംബന്ധിച്ച് UDF-ന് വലിയ പ്രതീക്ഷയുണ്ട്, ആത്മവിശ്വാസമുണ്ട്. കാരണം UDF-ൻ്റെ ഒരു ഉറച്ച കോട്ടയായിട്ട് തന്നെയാണ് മലപ്പുറത്തെ വിലയിരുത്തുന്നത്. കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ സീറ്റുകൾ നേടാൻ കഴിയുമെന്നും കഴിഞ്ഞ തവണ നഷ്ടമായത് തിരിച്ചു പിടിക്കാനാകുമെന്നുമാണ് UDF-ന്റെ ഭാഗത്തുള്ള ഒരു പ്രതീക്ഷ. മുൻപുണ്ടായിരുന്നതുപോലെ ലീഗും കോൺഗ്രസും തമ്മിൽ ഭിന്നതയില്ല എന്നുള്ളതും UDF-നെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്ന സാഹചര്യമാണ് ഇവിടെ നൽകുന്നത്. പൊന്മുണ്ടത്ത് മാത്രമാണ് ലീഗും കോൺഗ്രസും തമ്മിലുള്ള ഒരു തർക്കം നിൽക്കുന്നത്. അവിടെ മാത്രമാണ് ലീഗ് കോൺഗ്രസ് പോര് ഉള്ളത്. ബാക്കി എല്ലായിടത്തും ധാരണയിലാണ് എന്നതും UDF-നെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. മറുവശത്ത് LDF ആകട്ടെ കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റ് നേടുന്ന ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. പുറമേക്ക് ലീഗ് കോൺഗ്രസ് ഭിന്നതയില്ലെങ്കിലും ലീഗിനും കോൺഗ്രസിനും ഇടയിൽ പ്രശ്നങ്ങളുള്ള ഇടങ്ങളുണ്ടെന്നും അവിടെ സ്വതന്ത്രരെ വെച്ച് മത്സരിച്ച് വിജയിക്കാമെന്നുമാണ് ഇടതുപക്ഷത്തിൻ്റെ ആത്മവിശ്വാസം. ജമാഅത്തെ ഇസ്ലാമിയുടെ ബന്ധം ഏറ്റവും അധികം ചർച്ചയായത് മലപ്പുറത്താണ്. UDF-മായി ജമാഅത്തെ ഇസ്ലാമി സഹകരിക്കാൻ തുടങ്ങിയതോടെയാണ് അവർ തൊട്ടുകൂടാത്തവരായത് എന്നാണ് UDF-ന്റെ ഭാഗത്തു നിന്നും LDF-നെതിരായിട്ടുള്ള വിമർശനം. മറുവശത്ത് LDF ആകട്ടെ ജമാഅത്തെ ഇസ്ലാമിയും UDF-ഉമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ആ സഹകരണം വലിയ തോതിൽ തന്നെ തെരഞ്ഞെടുപ്പിൽ പ്രചരണ വിഷയമാക്കിയിരുന്നു, പ്രചരണ ആയുധമാക്കിയിരുന്നു. ഇതൊക്കെ ഏതൊക്കെ തരത്തിലായിരിക്കും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. എന്താണെങ്കിലും മലപ്പുറത്തിൻ്റെ ഈ ഒരു രാഷ്ട്രീയ
ദിശാസൂചിക എവിടേക്കാണെന്ന് വ്യക്തമാക്കുന്നതായിരിക്കും ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. എന്നാണെങ്കിലും തെരഞ്ഞെടുപ്പിനായി മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ ഒരുക്കങ്ങൾ ഏറെക്കുറെ പൂർണ്ണമാണ്. മലപ്പുറത്ത് നിന്ന് അഖിലോട്ട് പാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. പോളിംഗ് ബൂത്തുകളിലേക്ക് വോട്ടർമാരെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പരമാവധി വോട്ടർമാരെ അവസാനമായി കാണുക, അതുതന്നെയാണ് പാർട്ടി നേതൃത്വവും ഒപ്പം സ്ഥാനാർത്ഥികളും ലക്ഷ്യമിടുന്നത്. എന്തായാലും ഇന്ന് രാത്രി വരെ ഇത്തരത്തിൽ വോട്ട് തേടിയുള്ള ഈ പരക്കപ്പാച്ചിലൊക്കെ കാണാം. അത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് സമാനമായ ഒരു സാഹചര്യം എന്നൊക്കെ പറയേണ്ടി വരും. അത്രത്തോളം വീറും വാശിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. അത് 4 ആഴ്ച നീണ്ടുനിന്ന പ്രചരണം, അതോടൊപ്പം കൊട്ടിക്കലാശം, അത് നഗരങ്ങളിൽ മാത്രമല്ല ഗ്രാമങ്ങളിൽ വാർഡ് തലത്തിലുള്ള കൊട്ടിക്കലാശം, അതാണ് നമ്മൾ കണ്ടത്. എന്തായാലും കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും ഗ്ലാമർ പോരാട്ടം നടക്കുന്നത്. UDF-നെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടം എന്ന് പറയാം. കാരണം ഈ കോർപ്പറേഷൻ, സംസ്ഥാനത്ത് 6 കോർപ്പറേഷനുകളിൽ ഏക UDF ഭരിക്കുന്ന കോർപ്പറേഷനാണ് കണ്ണൂരേത്. അത് ഏത് വിധേനയും നിലനിർത്തുക എന്ന് തന്നെയാണ് UDF-ന്റെ മുന്നിലുള്ളത്. അതോടൊപ്പം ഈ കണ്ണൂർ കോർപ്പറേഷൻ പിടിച്ചെടുക്കുക, അതാണ് LDF-ന്റെ ലക്ഷ്യം. എന്തായാലും ശക്തമായ മത്സരം തന്നെയാണ് നടക്കുന്നത്. ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ മേൽക്കൈ LDF-നാണെങ്കിലും നഗരപ്രദേശത്ത്, അതായത് ഈ കോർപ്പറേഷൻ പതിവായി ഈ UDF-ന്റെ കയ്യിലുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. പഞ്ചായത്തുകളുടെ കണക്ക് നോക്കിയാൽ 71-ൽ 54-ഉം LDF-ന്റെ കയ്യിലാണ്. അത്തരത്തിൽ LDF-ന് മൃഗീയാധിപത്യം ഉണ്ടെന്നൊക്കെ പറയേണ്ടി വരും. ബ്ലോക്ക് പഞ്ചായത്തിൽ 11-ൽ 10-ഉം LDF-നാണ്. നഗരസഭകളിലാകട്ടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 8 നഗരസഭകളിൽ 5-ഉം LDF-നൊപ്പമാണ്. അങ്ങനെ വലിയ തോതിൽ ഇടതിൻ്റെ ഒരു കോട്ട എന്ന് പറയേണ്ടി വരും. ആ കോട്ടയിൽ വിള്ളലുണ്ടാക്കി കൂടുതൽ പഞ്ചായത്തുകൾ ഇത്തവണ UDF പിടിച്ചെടുക്കുമോ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. BJP-യെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേഷനിൽ ഒരു സീറ്റ് മാത്രമേ BJP-ക്കുള്ളൂ. നില മെച്ചപ്പെടുത്താൻ BJP-ക്ക് സാധിക്കുമോ, അതും ഏറ്റവും പ്രധാനമാണ്. എന്തായാലും KPCC പ്രസിഡന്റിൻ്റെയും ഒപ്പം മുഖ്യമന്ത്രിയുടെയും സ്വന്തം ജില്ല, അഭിമാന പോരാട്ടം നടക്കുന്ന ജില്ല. ഇതോടൊപ്പം CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർക്ക് ഇത്തവണ വോട്ടില്ല. ആന്തൂർ നഗരസഭയിലെ 2-ാം വാർഡിലായിരുന്നു ഈ ഗോവിന്ദൻ മാസ്റ്റർ വോട്ട്. അവിടെ സ്ഥാനാർത്ഥി രജിത എതിരില്ലാതെ തെരഞ്ഞെടുത്തതിനെ തുടർന്ന് അവിടെ തെരഞ്ഞെടുപ്പ് ഇല്ല. അതുകൊണ്ട് തന്നെ ഗോവിന്ദ മാഷ്ക്ക് ഇത്തവണയും വോട്ടില്ല. കഴിഞ്ഞ 25 വർഷമായി ഈ ആന്തൂർ നഗരസഭ 2-ാം വാർഡ് എതിരില്ലാതെ തെരഞ്ഞെടുക്കുന്ന ഒരു വാർഡാണ്. അതുകൊണ്ട് തന്നെ അവിടെ 25 വർഷമായി ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാത്ത ഒരു സാഹചര്യമുണ്ട്. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും അഭിമാന പോരാട്ടം നടക്കുന്നത് ജില്ലാ പഞ്ചായത്തിലേക്കാണ്. ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടുകൂടിയാണ് ജില്ലാ പഞ്ചായത്ത് LDF ഭരിക്കുന്നത്. അത് ഇത്തവണ ഏത് വിധേനയും UDF പിടിച്ചെടുക്കുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനമാണ് UDF നടത്തിയതും. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ 3 നഗരസഭകളിൽ 2-ഉം ഇടതിനൊപ്പമാണ്, നീലേശ്വരവും കാഞ്ഞങ്ങാടും. കാസർഗോഡ് നഗരസഭയിലാകട്ടെ പ്രതിപക്ഷം BJP-ആണ്. മുസ്ലിം ലീഗും അതുപോലെ തന്നെ BJP-യും നേർക്കുള്ള പോരാട്ടം. അത്തരത്തിലാണ് കാസർഗോഡ് നഗരസഭയുള്ളത്. ഇത്തവണ BJP കാസർഗോഡ് നഗരസഭ പിടിച്ചെടുക്കുമോ, അതാണ് ഏറ്റവും പ്രധാനം. ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ 38-ൽ 19-ഉം LDF-ആണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം 15 ഇടങ്ങളിലാണ് UDF ഭരിക്കുന്നത്. 3 ഇടങ്ങളിൽ BJP ഭരിക്കുന്നുണ്ട്. ഒരിടത്ത് ആർക്കും ഭൂരിപക്ഷമില്ല, സ്വതന്ത്രയാണ് മഞ്ചേശ്വരം പഞ്ചായത്തിൽ ഭരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 6-ൽ 4-ഉം LDF-നൊപ്പമാണ്. അത്തരത്തിൽ വാശിയേറിയ മത്സരമാണ് കാസർഗോഡ് ജില്ലയിലും നടക്കുന്നതെന്ന് പറയേണ്ടി വരും. കാഞ്ഞങ്ങാട് നഗരസഭയിലും ശക്തമായ മത്സരം നടക്കുന്നുണ്ട്. LDF-ൽ നിന്നും ഈ UDF ഈ ഇത്തവണ കാഞ്ഞങ്ങാട് നഗരസഭ പിടിച്ചെടുക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് നടക്കുന്നത്. ഏതായാലും വിമത ശല്യം വലിയ തോതിൽ 2 ജില്ലകളിലുമുണ്ട്. പ്രത്യേകിച്ച് UDF-നെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ കോർപ്പറേഷനിലൊക്കെ വലിയ തോതിൽ വിമത ശല്യമുണ്ട്. അതോടൊപ്പം കാസർഗോഡ് നഗരസഭയിലാണ് മുസ്ലിം ലീഗിന് വലിയ തോതിലുള്ള വിമത ശല്യമുള്ളത്. കോൺഗ്രസിൻ്റെ നമുക്കറിയാം നേരത്തെ വലിയ തോതിലുള്ള തമ്മിലുള്ള ഈ DCC പ്രസിഡന്റിനെതിരെയൊക്കെ ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യം കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. അത്തരം ഒരു ഘട്ടത്തിലാണ് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്തായാലും ശക്തമായ ത്രികോണ മത്സരമാണ് കാസർഗോഡ് ജില്ലയിൽ നടക്കുന്നതെന്ന് പറയേണ്ടി വരും. BJP-ക്ക് അവരുടെ നിയമസഭാ സീറ്റ് ഉറപ്പിക്കാനുള്ള ഒരു സെമി ഫൈനൽ പോരാട്ടം എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, വീട് കയറി ഇറങ്ങിയുള്ള പ്രവർത്തനങ്ങൾ 6 മാസം മുൻപ് തന്നെ BJP തയ്യാറെടുത്തിരുന്നു, അത്തരത്തിൽ നടത്തിയിരുന്നു. അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടമാണ്. ഏതായാലും നാളെ രാവിലെ 7 മണി മുതൽ തന്നെ പോളിംഗ് ബൂത്തുകളിൽ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടാകും. അത്തരത്തിൽ വോട്ട് ചെയ്യാൻ, സുഗമമായി വോട്ട് ചെയ്യാനുള്ള എല്ലാ വിവിധ നടപടികളും പൂർത്തിയാക്കിയെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ഒപ്പം അതീവ സുരക്ഷയും കാസർഗോഡ് ജില്ലയിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അതീവ പ്രശ്നബാധിത ബൂത്തുകളിലൊക്കെ വെബ് കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 119 വെബ് കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുള്ളത്.
90 സ്ഥലത്ത് വീഡിയോഗ്രാഫി ഉണ്ട്. അങ്ങനെ അതിർത്തി ജില്ലയായ കൂടി ആയതുകൊണ്ട് കർണാടകയുമായി അതിർത്തി പങ്കിടുന്നതുകൊണ്ട് തന്നെ വൻ സുരക്ഷാ സന്നാഹത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് പറയേണ്ടി വരും. എന്തായാലും സുഗമമായ തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. പോളിംഗ് സാമഗ്രിയുടെ വിതരണം എല്ലാം പൂർത്തിയായിട്ടുണ്ട്. അത്തരം നടപടികളെല്ലാം പൂർത്തിയായി. ഇനി കൃത്യമായ വോട്ടർമാർ നാളെ ഇനി എത്ര പോളിംഗ് ശതമാനം രാവിലെ മുതൽ ഉണ്ടാകുന്നതെന്നനുസരിച്ചായിരിക്കും കാര്യങ്ങൾ ഉണ്ടാവുക. ഏതായാലും രാവിലെ തന്നെ കൂടുതൽ ആളുകൾ ഇത്ര വോട്ട് ചെയ്യാൻ എത്തുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് എല്ലാ മുന്നണികൾക്കും ഉള്ളത്. എല്ലാ ഒരുക്കങ്ങളും കാസർഗോഡ് ജില്ലയിലും കണ്ണൂരും പൂർത്തിയായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. എറണാകുളം സെന്റ് മേരീസ് ബസലിക്കയിൽ സംഘർഷാവസ്ഥ. ഒരു വിഭാഗം വിശ്വാസികൾ പള്ളി പൂട്ടി. കുർബാന തർക്കവുമായി ബന്ധപ്പെട്ടാണ് വീണ്ടും പ്രശ്നങ്ങൾ ഉടലെടുത്തത്. വികാരിയെ പള്ളിക്കകത്ത് കയറാൻ അനുവദിക്കാതെ പ്രതിഷേധം തുടരുകയാണ്. ടോം കുര്യാക്കോസ് വിവരങ്ങളുമായി. ടോം, ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ പള്ളി പരിസരം സംഘർഷഭരിതമാവുകയാണോ? മുൻപ് നടന്ന സംഘർഷത്തിൻ്റെയും ഒക്കെ കാഴ്ചകൾ നമ്മുടെ മനസ്സിലുണ്ട്. ഇന്നിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഘർഷാവസ്ഥ ഉടലെടുക്കാൻ എന്തായിരുന്നു കാരണം? ശ്രീജ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 3 വർഷത്തോളമായി എറണാകുളം സെന്റ് മേരീസ് ബസിലിക്ക സംഘർഷാവസ്ഥയെ തുടർന്ന് പൂട്ടിക്കിടക്കുകയായിരുന്നു. എന്നാൽ ഈ കുർബാന വിഷയത്തില് സമവായം ഉണ്ടായതിനെ തുടർന്ന് ഈ മാസം 2-ാം തീയതി എറണാകുളം സെന്റ് മേരീസ് ബസിലിക്ക വീണ്ടും തുറന്നു. കഴിഞ്ഞ ദിവസം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പൊലീത്തൻ വികാരി മാർ ജോസഫ് പാംപ്ലാനി കുർബാന അർപ്പിക്കുകയും അതേ തുടർന്ന് ഈ സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ ഞായറാഴ്ചയിൽ ഒരു സിനഡ് കുർബാന, അതായത് ഏകീകൃത കുർബാനയും മറ്റു ദിവസങ്ങളിൽ ജനാഭിമുഖ കുർബാനയും തുടരാം എന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുകയായിരുന്നു. അതിനിടെയാണ് കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് വീണ്ടും പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. അതായത് ഈ സമവായം അംഗീകരിക്കില്ല എന്നും സഭ നിർദ്ദേശിക്കുന്ന ഏകീകൃത കുർബാന എല്ലാ ദിവസവും എല്ലാ കുർബാനയും ഈ സഭ നിർദ്ദേശിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അർപ്പിക്കണമെന്നുമാണ് ഒരു വിഭാഗം വിശ്വാസികൾ, അതായത് സഭ അനുകൂലികൾ എന്ന് പറയുന്ന വിശ്വാസികൾ ആവശ്യപ്പെടുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പ്രതിഷേധവുമായി ഒരു കൂട്ടം ആളുകൾ രംഗത്തെത്തി. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് വൈകുന്നേരം 6 മണിക്ക് സെന്റ് മേരീസ് ബസിലിക്കയിലും വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള സമയമായിരുന്നു. ആ സമയം വികാരി പള്ളിയിലേക്ക് എത്തുന്ന ആ സമയത്ത് പള്ളിക്കകത്തുണ്ടായിരുന്ന സഭാ അനുകൂലികൾ പള്ളി അകത്തുനിന്ന് പൂട്ടുകയും വികാരിയെ പള്ളിക്കകത്ത് പ്രവേശിക്കാൻ അനുവദിക്കാത്ത സാഹചര്യവുമുണ്ട്. ഇതേ തുടർന്ന് കുർബാനയ്ക്കെത്തിയ ആളുകൾ പള്ളിക്ക് പുറത്ത് സംഘടിച്ചു നിൽക്കുന്നു. സഭാ അനുകൂലികൾ എന്ന് പറയുന്ന ആളുകൾ പള്ളിക്കകത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. വലിയൊരു പോലീസ് സന്നാഹം തന്നെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. സഭാ അനുകൂലികൾ പള്ളിക്കുള്ളിലും യുവത വിഭാഗം പള്ളിക്ക് പുറത്തുമാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇത് ഏത് രീതിയിൽ, കാരണം ഈ വികാരി സഭ നിർദ്ദേശിക്കുന്ന കുർബാന അർപ്പിച്ചില്ലെങ്കിൽ, അതല്ലെങ്കിൽ മെത്രാപ്പൊലീത്തൻ വികാരി ഇതനുസരിച്ചുള്ള നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയാണ് ഒരു വിഭാഗം വിശ്വാസികളുടെ തീരുമാനം. അവർ അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ തയ്യാറല്ല. അതായത് ഈ വിഷയത്തിൽ തങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങളില് കൃത്യമായ ഒരു ഇടപെടൽ വേണം, ആവശ്യം പരിഗണിക്കപ്പെടണം. ഇതില്ലെങ്കിൽ പ്രതിഷേധം തുടരും, പള്ളിക്കകത്ത് നിലയുറപ്പിക്കും, ഇവിടെ നിന്ന് പിന്നോട്ട് പോകില്ല എന്നാണ് വിശ്വാസികളുടെ നിലപാട്. പോലീസ് 2 വിഭാഗവുമായി സംസാരിക്കുന്നുണ്ട്, അവരെ അന്വേഷിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുമുണ്ട്. ശ്രീജ. ശരി, ടോം കുര്യാക്കോസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സംഘർഷഭരിതമാവുകയാണ് സെന്റ് മേരീസ് ബസലിക്ക പരിസരം. മറ്റ് തെരഞ്ഞെടുപ്പ് വാർത്തകൾ നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ പ്രതീക്ഷ കൈവിടാതെയാണ് മുന്നണികളുടെ പ്രതികരണങ്ങൾ. പോളിംഗ് ശതമാനത്തിലെ ഏറ്റക്കുറച്ചിലിൽ ആശങ്കയ്ക്കും ഇടയുണ്ട്. 7 ജില്ലകളായി 70.9% വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ ഏറ്റവും ഉയർന്ന പോളിംഗ് എറണാകുളത്തും കുറവ് തിരുവനന്തപുരത്തുമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 50-ലധികം സീറ്റുകൾ ലഭിക്കുമെന്നാണ് CPM പ്രതീക്ഷ. ഭരണം പിടിക്കുമെന്ന് BJP വിലയിരുത്തുന്നു. 20-ന് മുകളിൽ സീറ്റുകൾ ഉറപ്പെന്ന് UDFും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. വോട്ടിംഗ് ശതമാനത്തിലെ കുറവ് വലിയ ആശങ്ക ഉണ്ടാക്കുമ്പോഴും തിരുവനന്തപുരം നഗരസഭാ ഭരണം സംബന്ധിച്ച് 3 മുന്നണികളും ഒരുപോലെ അവകാശവാദം ഉന്നയിക്കുകയാണ്. ഏത് വിപരീത സാഹചര്യത്തിലും 50-ൽ കുറയാത്ത വാർഡുകൾ വിജയിക്കാനാകുമെന്നാണ് CPMന്റെ കണക്കുകൂട്ടൽ. അതൊരു പക്ഷേ 60-ന് മുകളിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ലെന്നും CPM പറയുന്നു. BJPയുടെ സിറ്റിംഗ് വാർഡുകൾ പോലും പലതും നഷ്ടപ്പെടും. 10 വാർഡുകളെങ്കിലും BJP കുറയുമെന്നൊരു കണക്കാണ് CPM കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. വലിയ മുന്നേറ്റം ഇത്തവണയും ഉണ്ടാക്കാനാകും. വളരെ സുഗമമായി നഗരഭരണം
തുറന്നു കൊണ്ടുപോകാമെന്ന ഒരു വിലയിരുത്തലാണ് CPM കേന്ദ്രങ്ങൾക്കുള്ളത്. ജില്ലയിൽ പൊതുവിലും മികച്ച വിജയം CPM ഇക്കുറിയും കണക്കുകൂട്ടുന്നുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനം തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ജില്ലാ പഞ്ചായത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടാകും. പഞ്ചായത്തിലും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതിനേക്കാൾ എൻ്റെ എണ്ണത്തിൽ നേരിയ വർധനവ് ഉണ്ടാകും. ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്നൊരു പ്രതീക്ഷയാണ് BJP കേന്ദ്രങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം പങ്കുവയ്ക്കുന്നത്. 40 മുതൽ 50 വരെ സീറ്റുകൾ അനായാസം ലഭിക്കുമെന്നവർ കണക്കുകൂട്ടുന്നു. സാഹചര്യങ്ങൾ ഒരു ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ടായെങ്കിൽ അതും കടന്നുള്ള മുന്നേറ്റം ഉണ്ടാകും. ഏത് സാഹചര്യത്തിലും BJPയുടെ മേയർ തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അവർ ഇപ്പോഴും അവകാശവാദമായി മുന്നോട്ട് വയ്ക്കുന്നത്. പ്രധാന സ്ഥാനാർത്ഥികളൊക്കെ ജയിക്കും. അത് ശാസ്തമംഗലത്ത് ശ്രീലേഖയും കൊടുങ്ങാനൂരിൽ VV രാജേഷും അടക്കമുള്ള പ്രധാനികളൊക്കെ ജയിച്ചു വരുമെന്ന് തന്നെ അവർ കണക്കുകൂട്ടുന്നു. നേമം വാർഡിന്റെ ഭാഗങ്ങളിൽ പ്രത്യേകിച്ചും തിരുമല അനിലിന്റെയും അതുപോലെ തന്നെ ആനന്ദ് കെ തമ്പിയുടെയും മരണമൊന്നും വാദിച്ചിട്ടില്ല. അതൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസവും ഈ ഘട്ടത്തിൽ അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെജോറിറ്റി ഞങ്ങൾക്ക് ലഭിക്കും. ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയമൊക്കെ തന്നെ മുദ്രാവാക്യങ്ങളൊക്കെ തന്നെ ജനങ്ങൾ വളരെ പ്രതീക്ഷയിലാണ് സ്വീകരിച്ചിട്ടുള്ളത്. കോൺഗ്രസിന് ഭരണത്തിലെത്തണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം. 5 ഇരട്ടിയിലേറെ സീറ്റുകൾ വേണം. കോൺഗ്രസിന് നഗരഭരണം കൈയാളണമെങ്കിൽ അത് ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഈ ഘട്ടത്തിൽ നേതാക്കൾ പങ്കുവയ്ക്കുന്നില്ല. പക്ഷേ നേരത്തെ ഉണ്ടായതിന്റെ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ സീറ്റുകൾ നേടി ഒറ്റകക്ഷിയായേക്കാമെന്നൊരു പ്രതീക്ഷയാണ് DCC അധ്യക്ഷൻ അടക്കമുള്ള നേതാക്കൾ ഇന്ന് പങ്കുവച്ചത്. ഇത്തവണ വളരെ നല്ല റിസൾട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വളരെ നല്ല റിസൾട്ട് ഞങ്ങൾ ഭരണത്തിൽ വരും. അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇങ്ങനെ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോഴും മുന്നണികൾക്കുള്ളിൽ ഈ കണക്ക് വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നതെന്ന ആശങ്കയുണ്ട്. കോൺഗ്രസ് നേട്ടമുണ്ടായാൽ അത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് BJPയും CPMഉം ഒരുപോലെ പറയുന്നു. കോൺഗ്രസ് ആകട്ടെ ഏത് സാഹചര്യത്തിലും കഴിഞ്ഞ തവണത്തേതിൽ നിന്നും മെച്ചപ്പെട്ട വിജയമുണ്ടാകുമെന്ന് അവർ ഉറപ്പിക്കുന്നുമുണ്ട്. കഴിഞ്ഞ തവണത്തേതിന് സമാനമായ രീതിയിൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ കൊച്ചി കോർപ്പറേഷനിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നു എന്നാണ് പൊതുവിലയിരുത്തൽ. 62.54% കോർപ്പറേഷനിലെ പോളിംഗ്. ഭരണം നിലനിർത്തുമെന്ന് LDFും തിരിച്ചുപിടിക്കുമെന്ന് UDFും അവകാശപ്പെടുമ്പോൾ നിർണായക ശക്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് NDA. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം അത് സംബന്ധിയായ കാര്യങ്ങളിലുള്ള ചില ആശങ്കകൾ മുന്നണിക്കുണ്ട്. പ്രത്യേകിച്ച് ജില്ലയിൽ തന്നെ ഒരു ചെറിയ ഇടിവ് പോളിംഗിന് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ 3% ഒരു കുറവ് വരുമ്പോൾ ഇത് ആരുടെ വോട്ട് എന്നെല്ലാം തന്നെ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്നാലും വലിയ കുറവ് വന്നിട്ടില്ല എന്നത് ഒരു ആശ്വാസകരം തന്നെയാണ്. അതുകൊണ്ട് കഴിഞ്ഞ തവണ നേടിയ ഒരു വിജയത്തിൽ കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് മുന്നണികളുടെ ഒരു ആത്മവിശ്വാസമായി പറയുന്നത്. കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ശതമാനം തന്നെയാണ് 62% തന്നെയാണ് ഇത്തവണയും വന്നിരിക്കുന്നത്. എന്നാൽ ഇത്തവണത്തെ ഒരു രാഷ്ട്രീയ വിഷയങ്ങൾ, തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ, ഇത് സംസ്ഥാന തലത്തിൽ തന്നെ നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ പ്രാദേശിക തലത്തിലും ഉന്നയിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ശബരിമല ഉൾപ്പെടെയുള്ള വിവാദങ്ങളെല്ലാം തന്നെ തങ്ങൾക്ക് അനുകൂലമാകുമെന്നൊരു ആത്മവിശ്വാസം UDF പുലർത്തുന്നുണ്ട്. കാരണം ഇത്തരം വിവാദങ്ങൾക്കൊപ്പം തന്നെ കൊച്ചി കോർപ്പറേഷനിൽ നടപ്പാക്കിയ വികസന പദ്ധതികൾ പലതും തങ്ങളുടേതാണ് എന്നൊരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് UDF സംസാരിക്കുന്നത്. പക്ഷേ റിബൽ പ്രശ്നങ്ങൾ അവർക്കുണ്ട്. എന്നാൽ ഇതൊന്നും ഇല്ലാതെ, റിബൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അടക്കമുള്ളവർ പറയുന്നത്. എന്നാൽ വികസന പദ്ധതികൾ തന്നെയാണ് ഇടത് മുന്നണി അത് അവരുടെ വോട്ട് നേടിയിട്ടുണ്ട്. അത് ഇടത് മുന്നണിക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ കാരണം ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് എല്ലാം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് മേയർ അഡ്വക്കേറ്റ് M. അനിൽകുമാർ. നടപ്പാക്കിയ വികസന പദ്ധതികൾക്ക് തന്നെയാണ് ജനം വോട്ട് ചെയ്തിട്ടുണ്ടാകുക. മികച്ചൊരു അന്തരീക്ഷം സംസ്ഥാനത്ത് ഉണ്ട്. അത് തന്നെ കൊച്ചി കോർപ്പറേഷനിലും നടപ്പാക്കിയ വികസന പദ്ധതികൾ പലതുമുണ്ട്. അതെല്ലാം തങ്ങൾക്ക് അനുകൂലമാകുമെന്നൊരു സ്ഥിതി ഉണ്ടാകുമെന്ന് അഡ്വക്കേറ്റ് M. അനിൽകുമാർ പറയുന്നു. നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. വളരെ ടൈറ്റ് ആയിട്ടുള്ളൊരു മത്സരം തന്നെയാണ് കൊച്ചിയിൽ നടന്നത്. അത് ഉറപ്പാണ്. ഞാനല്ലെന്നൊന്നും പറയില്ല. ആ സ്ഥലത്ത് ഞാൻ വിചാരിക്കുന്നത് ഒരു ഡിസിസീവ് മെജോറിറ്റി ഒരു വനിതാ മേയർക്ക് ഉണ്ടാകുമെന്നാണ്. NDAക്ക് ആകുമ്പോൾ മികച്ച പ്രതീക്ഷയിൽ തന്നെയാണ്. കഴിഞ്ഞ തവണ 5 സീറ്റുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിന് അപ്പുറത്തേക്ക് ഇത്തവണ പോകാൻ കഴിയുമെന്ന് പറയുന്നു. റിബൽ പ്രശ്നങ്ങൾ, ചെറിയ ചില
ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെങ്കിലും അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തങ്ങൾക്ക് കഴിയും. 15 വരെ സീറ്റുകൾ തങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഒപ്പം 2020 വളരെ സജീവമായിട്ട് തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തിരുന്നു. 76 സീറ്റുകളിൽ പകുതിയിലധികം സീറ്റുകളിലും 2020 മത്സരിക്കുന്നു. 2020 ആരുടെ വോട്ടുകൾ നേടിയിട്ടുണ്ടാകും, പ്രത്യേകിച്ച് ഈ പോളിംഗ് ശതമാനം ഉയരാത്ത ഒരു സാഹചര്യത്തിൽ ആരുടെ വോട്ടുകൾ നേടിയിട്ടുണ്ടാകുമെന്നതാണ് മുന്നണികളെ ആശങ്കപ്പെടുത്തുന്നത്. അവർ നേടുന്ന വോട്ട് ഷെയർ തന്നെയായിരിക്കും തീർച്ചയായും മുന്നണികളുടെ ജയപരാജയങ്ങളെ നിശ്ചയിക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF മികച്ച വിജയം നേടുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. കോൺഗ്രസും UDFും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. മുന്നൊരുക്കങ്ങൾ നേരത്തെ നടത്തി. സീറ്റ് വിഭജനം, സ്ഥാനാർത്ഥി നിർണയം ഏറ്റവും നല്ല നിലയിൽ പൂർത്തീകരിക്കാൻ സാധിച്ചു. നല്ല പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തി. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് തെക്കൻ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴുള്ള റിപ്പോർട്ട്. പെരുന്നാടിന്റെ വൈക്കോൽ ചിത്രങ്ങൾക്ക് കൊല്ലം സ്വദേശികൾക്ക് ദേശീയ ബഹുമതി. കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയം ഏർപ്പെടുത്തിയ ദേശീയ കരകൗശല അവാർഡിനാണ് കൊല്ലം പനയം സ്വദേശി B രാധാകൃഷ്ണപിള്ളയും നീരാവിൽ അർഹരായത്. അനേകം ദേശീയ സംസ്ഥാന അവാർഡുകൾ നേടിയിട്ടുള്ള കലയാണ് വൈക്കോൽ ചിത്ര നിർമ്മാണം. രാധാകൃഷ്ണപിള്ള തയ്യാറാക്കിയ ധ്യാനത്തിലിരിക്കുന്ന ഹനുമാന്റെ വൈക്കോൽ ചിത്രത്തിനാണ് പുരസ്കാരം. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രവും അനന്തശയനം ഭാവത്തിലുള്ള മഹാവിഷ്ണു പ്രതിമയും വൈക്കോലിൽ തീർത്തതിനാണ് സുലൈമാൻ കുട്ടിക്ക് ബഹുമതി ലഭിച്ചത്. ഡൽഹി വിജ്ഞാൻ ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു അവാർഡുകൾ സമ്മാനിച്ചു. പ്രമുഖ ദക്ഷിണ കൊറിയൻ കാർ നിർമ്മാതാക്കളായ കിയയുടെ ഏറ്റവും പുതിയ SUV ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചു. സെൽറ്റോസിന്റെ മിഡ് സൈസ് SUVയാണ് വിൽപ്പനയ്ക്കെത്തുന്നത്. 3 എഞ്ചിൻ ഓപ്ഷനുകളും 5 ട്രിം ലെവലുകളുമാണ് ഇത് വാഗ്ദാനം ചെയ്യുന്നത്. HTE, HTK, HTX, GT ലൈൻ, X ലൈൻ എന്നിവയാണ് ട്രിം ലെവലുകൾ. ഇന്നു മുതൽ ഇവയുടെ ബുക്കിംഗ് ആരംഭിച്ചു. ജനുവരി 2-നാകും വിപണി വില പ്രഖ്യാപിക്കുക. The kind that draws attention. It's bold in style, and captivating in every way. Seamlessly integrated. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. ഇന്ന് 60,000-ത്തിലധികം അയ്യപ്പന്മാർ മല ചവിട്ടി. തിരക്ക് പരിഗണിച്ച് പമ്പ മുതൽ പോലീസ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി. സാരംഗ്, എന്തൊക്കെയാണ് സന്നിധാനത്തു നിന്നുള്ള പുതിയ വിവരങ്ങൾ? ശ്രീജ, ഇന്ന് രാവിലെ തൊട്ട് ഭക്തജന തിരക്ക് കൂടുതലാണെന്നെങ്കിലും ഉച്ചയ്ക്ക് ശേഷം പിന്നീട് തിരക്ക് കുറയുകയായിരുന്നു. ഇപ്പോൾ ഭക്തർക്ക് സുഗമമായി വന്ന് തൊഴാനുള്ളൊരു സൗകര്യമുണ്ട്. ഇന്നും ഒരു ശബരിമല സീസണിലെ ഒരു മരണം ഉണ്ടായിട്ടുണ്ട്. ഒരു തമിഴ്നാട് സ്വദേശിയാണ് മല ചവിട്ടുന്നതിനിടെ കുഴഞ്ഞു വീഴുകയും പിന്നീട് നിലയ്ക്കലെ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സീസണിലെ 19ാമത്തെ മരണമാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ സീസണിലെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇത്തവണത്തെ മരണസംഖ്യയിൽ കുറവുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള ഒരു ദാരുണമായ ഒരു സംഭവം ഇന്ന് ശബരിമലയെ സംബന്ധിച്ച് നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നത്തെ ഒരു ഭക്തർക്ക് സുഗമമായി വന്ന് തൊഴാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ തിരക്കിൽ വലിയൊരു കുറവില്ല. പല ഭാഗങ്ങളിലും ഈ ഒരു മരക്കൂട്ടം ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളിൽ പമ്പ മുതൽ പല ഭാഗങ്ങളിലായി തിരക്ക് നിയന്ത്രിച്ചുകൊണ്ടാണ് പിന്നീട് ഈ ഒരു പോലീസും മറ്റ് സേനാ വിഭാഗങ്ങളും ഈ ഒരു തിരക്ക് നിയന്ത്രിക്കുന്നത്. ഗ്രൂപ്പുകളായി തിരിച്ചുകൊണ്ടാണ് ഭക്തർക്ക് ഇപ്പോൾ ദർശനം സുഗമമാക്കുന്നത്. 11:15 കൂടി മാത്രമേ ഇന്ന് നട അടക്കൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പരമാവധി ഭക്തരെ അന്നേ ദിവസം തന്നെ തൊഴുത് മടങ്ങാനുള്ളൊരു സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതോടുകൂടി വരും ദിവസങ്ങളിൽ കൂടുതൽ തിരക്കുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനനുസരിച്ച് കൂടുതൽ സൗകര്യങ്ങളും കാര്യങ്ങളും ഏർപ്പെടുത്താനാണ് പോലീസ് സേനയുടെ അടക്കം തീരുമാനം. ശ്രീജ, ശരി, സാരംഗാണ് വിവരങ്ങൾ നൽകിയത് സന്നിധാനത്ത് നിന്ന്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Kavita Gold and Diamonds, the versatile jewelry. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 11,945 രൂപ, പവന് 95,560 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 9,880 രൂപ, പവന് 79,040 രൂപ. വെള്ളി ഗ്രാമിന് 197 രൂപ, കിലോഗ്രാമിന് 1,97,000 രൂപ.
കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Kavita Gold and Diamonds, the versatile jewelry. ലൈവ് at 6 പൂർണ്ണമാവുന്നു. ഇനി പ്രൈം ഡിബേറ്റിൽ മഞ്ജുഷ് ഗോപാൽ.